പത്തനംതിട്ടയിൽ കഞ്ചാവ് ബീഡി വലിച്ചെന്ന് സംശയിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. കോയിപ്പുറം സ്വദേശി സുരേഷിനെ ഇക്കഴിഞ്ഞ മാർച്ച് 16-നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും 3 ദിവസം കഴിഞ്ഞ് പോലീസ് വീണ്ടും വിളിപ്പിച്ചു. അന്ന് സ്റ്റേഷനിൽ വെച്ച് സുരേഷിന് മർദ്ദനമേറ്റിരുന്നു. പിറ്റേന്ന് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ്. ശരീരമാസകലം മർദ്ദനമേറ്റതായും വാരിയെല്ലുകൾക്ക് പൊട്ടലുള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. മരിക്കുന്നതിന് മുൻപ് 3 പേർ വീട്ടിലെത്തി സുരേഷിനെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയതായി കുടുംബം പറയുന്നു. മാർച്ച് 16-ാം തീയതിയാണ് കഞ്ചാവ് ബീഡി വലിച്ചെന്ന സംശയത്തിന്റെ പേരിൽ സുരേഷിനെ കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച സുരേഷിനെ 19-ാം തീയതി വീണ്ടും കോയിപ്പുറം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി. അന്ന് അമ്മയോടൊപ്പമാണ് സുരേഷ് സ്റ്റേഷനിലെത്തിയതെന്ന് പോലീസ് പറയുന്നു. ഇതിനുശേഷമാണ് 22-ാം തീയതി കോന്നിയിലെ ആളൊഴിഞ്ഞ കൃഷിത്തോട്ടത്തിൽ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കോയിപ്പുറം സ്റ്റേഷനിൽ സുരേഷിന് ക്രൂരമായ മർദ്ദനമേറ്റതായി സഹോദരൻ സണ്ണി ആരോപിക്കുന്നു. ആരുടെ കയ്യിൽ നിന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയാം. ഇവിടെ മരണപ്പെടാൻ ഇവിടെ ഇത്രയും സ്ഥലങ്ങളുണ്ട്. 30-38-40 കിലോമീറ്റർ അത് പോന്നിട്ട് അവിടെ പോയി തൂങ്ങേണ്ടതായ യാതൊരു കാരണമാണ് സംഭവിച്ചിട്ടുള്ളത്. അതൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമാക്കാം. തിരിച്ചുപോയവരെ പറ്റി എനിക്ക് അറിവില്ല. പക്ഷേ ഇവിടെ അതാരാന്ന് എനിക്കും അറിയേണ്ടത്. എനിക്കറിയേണ്ടത് ആരാണ്. കൺസേൺഡ് ഞാനത് പറഞ്ഞില്ല. എൻ്റെ ഏട്ടനല്ല അറിഞ്ഞത്. എനിക്ക് അറിയാമല്ലോ. 4 അടി 2 അടിയിലൊക്കെ അടിച്ച് പൊട്ടിയിട്ടുണ്ട്. അവിടെ ഇനി 6-ാം നില ഇവിടെ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കണ്ണിൻ്റെ ഈ ഭാഗത്ത് അടിയുണ്ട്. പിന്നെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ മർദ്ദനത്തിൻ്റെ. ഇതിനിടയിൽ സുരേഷ് മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വീട്ടിൽ 3 പേരെത്തി കാറിൽ കൂട്ടിക്കൊണ്ടുപോയതായി അമ്മ പറഞ്ഞു. എപ്പോഴാണ് വന്നിട്ട് പോയെ? 11 മണിയായി. യൂണിഫോമിലായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? അവർ 3 പേരും യൂണിഫോമിലായിരുന്നു. പോലീസിന്റെ തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. വന്ന് എന്തോ പറഞ്ഞു? അവനെ വന്ന് വിളിച്ചു. അവനും കൂടെ പോയി. അമ്മ ഒന്നും ചോദിച്ചില്ലേ? ഞാൻ പോലീസുകാരായോണ്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല. പോലീസുകാരുടെ വേഷത്തിലായത് അവനെ കയറി വിളിച്ചപ്പോൾ ഞാൻ ഓർത്തു അപ്പൊ ഇവനെ എങ്ങനെ പോലീസുകാർ വിളിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യാൻ വരും. അങ്ങനാന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ മോൻ തിരിച്ചു വന്നില്ല. കാണാതെ വന്നപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കി. അവര് പറഞ്ഞവളെ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ പലയിടത്തായിട്ട് എല്ലായിടത്തും പോലീസിന് അന്വേഷിച്ചു. അന്നേരം പത്തനംതിട്ട മോർച്ചിൽ തിരിപ്പുണ്ട് ഞങ്ങൾക്ക് അറിയിച്ചു. പിന്നെ അവൻ്റെ ഇളയവനുണ്ടായിരുന്നു. അവനിപ്പം വരും. അവൻ പോയി തിരിച്ച് അവനെ കൊണ്ടുവന്നു. ശവം കൊണ്ടുവന്നു. മരിച്ച മോന്റെ പേരെന്താണ്? മരിച്ചവൻ്റെ പേര് അവൻ്റെ പേര് ബാബു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. സുരേഷ് നായർ എല്ലാവരും അറിയപ്പെടുന്ന പേര്. ഭാര്യയും മക്കളൊക്കെ ഉണ്ടോ? ഞാൻ 4 പിള്ളേരും ഒരു ഭാര്യയുണ്ട്. കോന്നി ഇളകൊള്ളൂരിലെ കൃഷിത്തോട്ടത്തിലാണ് സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നും വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ടെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ സുരേഷ് ആത്മഹത്യ ചെയ്തു എന്ന FIR തിരുത്താനോ കൂടുതൽ അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറായില്ലെന്നും കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ കോയിപ്പുറം പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട.